അത്തിയില ഉടുത്ത് നഗ്നത മറച്ച ആദമിന്റെ ഹവ്വയുടെയും അരികിലേക്ക് വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം ഇറങ്ങി വന്നു. തോട്ടത്തിൽ ദൈവം നടക്കുന്ന കാലൊച്ച തിരിച്ചറിയുവാൻ കഴിവുള്ളവരായിരുന്നു ആദമും ഹവ്വയും. അത്രമാത്രം കൂട്ടായ്മ ബന്ധം ദൈവവുമായി ഉണ്ടായിരുന്ന ആദ്യ മാതാവും പിതാവുമാണ് പിശാചിന്റെ വഞ്ചനയിൽ അകപ്പെട്ടു പോയത്. ഇവിടെ കൂട്ടായ്മ ബന്ധം സുശക്തമായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നു. സന്ധ്യപ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയും ഇന്നും നമ്മെ നയിക്കുന്നത് ദൈവബന്ധത്തിലേക്കാണെന്നും ഈ ഭാഗം ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ പാപം ചെയ്ത ആദമും ഹവ്വയും തോട്ടത്തിൽ വൃക്ഷങ്ങളുടെ ഇടയിൽ യഹോവ തങ്ങളെ കാണാതിരിക്കുവാൻ ഒളിക്കുകയാണ്. ആദമേ, നീ എവിടെ എന്ന് ദൈവം ചോദിച്ചതിന് അവൻ, ഞാൻ നഗ്നനാകൊണ്ട് അങ്ങേ ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് ചോദിച്ചതിന് സ്ത്രീ തന്നു, ഞാൻ തിന്നു എന്ന് ആദം പറഞ്ഞു. സ്ത്രീയെ, നീ ചെയ്തത് എന്ത് എന്ന് യഹോവ അവളോട് ചോദിച്ചപ്പോൾ അവൾ ഇങ്ങനെ പ്രതിവചിച്ചു, പാമ്പ് എന്നെ വഞ്ചിച്ചു. ആ വഞ്ചനയിൽ കുടുങ്ങിപ്പോയി എന്ന അർത്ഥത്തിൽ അവൾ സംസാരിച്ചു. ഇന്നും മനുഷ്യവർഗം ചെയ്ത തെറ്റ് സമ്മതിക്കുവാൻ ഒരുക്കമുള്ളവരല്ല. കാരണം സ്വയനീതീകരണം എന്ന ആദമിന്റെയും ഹവ്വയുടെയും ഉള്ളിലുണ്ടായിരുന്ന ചിന്ത നമ്മളെയൊക്കെ ഭരിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പാപം ഏറ്റുപറയുകയും അത് ദൈവസന്നിധിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. പാപം ചെയ്യുവാൻ പ്രേരക ഘടകമായ പാമ്പിന്റെ ശരീരത്തെ തന്നെ ദൈവം ആദ്യം ശപിച്ചു. നീ ഉരസുകൊണ്ട് ഗമിക്കുമെന്നും കന്നുകാലികളിൽ വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നും നിനക്കും സ്ത്രീക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ഞാൻ ശത്രുത്വം വയ്ക്കും എന്നും കൽപ്പിച്ചു. സ്ത്രീയുടെ സന്തതി നിന്റെ കുതികാൽ തകർക്കും എന്ന് ദൈവം പാമ്പിനോട് കൽപ്പിച്ചു. ഇത് പഴയ പാമ്പായ പിശാചിന്റെ ശക്തികളെ കാണിക്കുന്നു. കാൽവറി ക്രൂശിൽ യേശു കർത്താവ് സർവായുധം വെപ്പിച്ച് കീഴടക്കിയതും ഈ സാത്താന്യ ശക്തിയെ തന്നെയാണ്. സ്ത്രീയോട് പറഞ്ഞത്, ഞാൻ നിന്റെ കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. മനുഷ്യനോട് കൽപ്പിച്ചത്, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിയിൽ മുള്ളും പറക്കാരയും മുളയ്ക്കും, വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്തുനിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരും. അതിൽ തിരികെ ചേരുവോളം നീ മുഖത്തെ വിയർപ്പോടെ അപ്പം ഭക്ഷിക്കും. അത് ഇന്നും തുടരുന്നു. യേശു ഇങ്ങനെ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.